ആ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ എണ്ണുന്ന പഴയ ചരിത്രമുള്ള രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം. ആദം നബി അലൈഹിസ്സലാം സ്വർഗലോകത്തിൽ നിന്നിറങ്ങിയിട്ട് ജബലുൽ ഹിന്ദിൽ നിന്ന് മക്കത്തുൽ മുക്കറമയിലേക്ക് നടന്ന് ഹജ്ജിന് വന്നു. ആദം നബി അലൈഹിസ്സലാം മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത് തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വന്നു. വീണ്ടും ആദം നബി അലൈഹിസ്സലാം ഹജ്ജിന് അങ്ങോട്ട് തിരിച്ചുപോയി. ഹദീസുകളിലും ചരിത്രങ്ങളിലും കാണാൻ സാധിക്കും. ഇന്ത്യ ഒരു പഴക്കമുള്ള രാജ്യമാണ്. അമ്പിയാക്കളെ കഥ പറയാനുള്ള രാജ്യമാണ് നമ്മുടെ രാഷ്ട്രം. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോവുകയല്ല. ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷമുള്ള ഇന്ത്യ, അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് തെക്കേ അറ്റം കേരളം വരെയുള്ള ഇന്ത്യ, ഇന്ന് നമ്മൾ പറയുന്ന ഈ ഇന്ത്യ, ആ ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളത്തിൽ 3.5 കോടി ജനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പ്രധാന മതങ്ങളായ ക്രിസ്തു മതവും അതുപോലെ തന്നെ ഹൈന്ദവ മതവും ഇസ്ലാം മതവും മറ്റു ചെറിയ ചെറിയ മതങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട്. പള്ളികളും അമ്പലങ്ങളും ചർച്ചുകളും നമ്മുടെ കേരളത്തെ ധന്യമാക്കി നിർത്തുന്നു. മതവിശ്വാസികൾ തമ്മിൽ കൈകോർത്ത് നിൽക്കുന്ന, ശരീരം കൊണ്ട് അടുത്തിരിക്കുന്നതിനേക്കാൾ മനസ്സുകൊണ്ട് അടുത്തിരിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ കേരളത്തിന്റെ ഒരു അനുഗ്രഹീത പ്രത്യേകതയാണ്. ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്ന കല്യാണ വീടുകൾ, മരണ വീടുകൾ, ആഘോഷ വീടുകൾ, ഇതിലെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് കൂടുന്നതോടൊപ്പം വ്യാപാരങ്ങളിലും വ്യവസായങ്ങളിലും കച്ചവടങ്ങളിലുമൊക്കെ ജാതി നോക്കാതെ കൂറ് കച്ചവടം നടത്തുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ഈ സംസ്ഥാനത്തെ 44 നദികൾ, 100 കണക്കായ പർവ്വതങ്ങളെ ചുറ്റി ഈ സംസ്ഥാനത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ഇന്ത്യയുടെ ഭൂപടത്തിൽ ഏറ്റവും നല്ല കാലാവസ്ഥയാണ് നമ്മുടെ കേരളത്തിന്. നമ്മുടെ കേന്ദ്രത്തിന് ഈ സംസ്ഥാനത്ത് നിന്ന് ഓരോ വർഷവും നിലമ്പൂരിലെ തേക്കിൻ തോപ്പിൽ നിന്ന് മാത്രം കോടികൾ ഈ സംസ്ഥാനം കേന്ദ്രത്തിന് നൽകുന്നുണ്ട്. ഈ സംസ്ഥാനത്ത് നിന്ന് അന്യരാജ്യങ്ങളിലേക്ക് നാം സന്തോഷം മാത്രമേ വാരിക്കോരി കൊടുത്തിട്ടുള്ളൂ. നാം അന്യ സംസ്ഥാനക്കാർക്കും അന്യരാഷ്ട്രക്കാർക്കും അറബ് രാഷ്ട്രങ്ങളിലേക്കും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്കും നാം തേക്ക് മരങ്ങളാണ് കൊടുത്തത്. അവർക്ക് ശാശ്വതമായ താമസത്തിന്, അവരുടെ ഭക്ഷണത്തിനും മറ്റാവശ്യങ്ങൾക്കും ചികിത്സക്കും ഏറ്റവും രുചികരമായ കുരുമുളകാണ് ഈ സംസ്ഥാനം, ഈ രാഷ്ട്രം പുറം രാജ്യങ്ങളിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും നല്ല വെളിച്ചെണ്ണയാണ് നമ്മുടെ രാജ്യം മറ്റു രാഷ്ട്രക്കാർക്ക് കൊടുത്തത്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ചരിത്രം മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിന് പ്രത്യേകമായി പറയാനുള്ളൂ. ഇങ്ങനെ ഞാൻ പറയാനൊരുങ്ങിയാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന 100 കൂട്ടം സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് നമുക്കറിയാം. ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന ചരിത്രകാരന്മാർ ഇന്ത്യയെയും കേരളത്തെയും കുറിച്ച് ചരിത്രം പറയുമ്പോൾ ഒരു ആത്മീയതയുടെ, ഒരു അനുഗ്രഹത്തിന്റെ, സന്തോഷത്തിന്റെ കഥ പറയുന്നു. എന്താണ് ആ കഥ? ആദ്യത്തെ മനുഷ്യനായ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഏൽപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൊട്ടടുത്ത് അറിയപ്പെട്ട പ്രവാചകനായ ഷൈഖുൽ അംബിയ നബിയുല്ലാഹി നൂഹ്, തൊട്ടടുത്ത് അബുൽ അംബിയ ഖലീലുല്ലാഹി ഇബ്രാഹിം, ഏറ്റവും അറിയപ്പെട്ട പ്രവാചകരിൽ ഒരാളായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഈ മഹാന്മാരായ അമ്പിയാക്കളുടെ ശൃംഖല 100,000-ൽ പരമാണ്.
ആ 1,00,000-ൽ പരം വരുന്ന അമ്പിയാക്കളെല്ലാം ഭൂമിയിൽ പഠിപ്പിച്ചത് ഒരൊറ്റ ആശയമാണ്. അതിന്റെ പരിപൂർണതയായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ ഇന്ന് 3 വയസ്സ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. നിങ്ങളെ സ്വലാത്തും ദിക്റും ആവേശകരമായ ആമീനും ഒക്കെയാണ് അതിന് സന്തോഷം ഉണ്ടാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ഫുട്ബോൾ കളിക്കാരൻ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കളിക്കാരൻ ആ ഫുട്ബോളുമായി ഗോൾ അടിക്കാൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ അടിച്ചു വരട്ടെ എന്നിട്ട് നോക്കാന്ന് വിചാരിച്ച് കാത്തിരിക്കലല്ല. പിന്നെ കാണികൾക്കൊരു കടമയുണ്ട്. അവർ നല്ലോണം അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ ഇത് അടിക്കാൻ പോയാലും അടിച്ചു വരട്ടെ എന്നിട്ട് നമുക്ക് കൈമുട്ടാൻ വിചാരിച്ച് കാത്തുന്നാൻ പറ്റൂല. അപ്പൊ എന്നാ പോലെ കേൾവിക്കാരായ നിങ്ങളെക്കാൾ ഇതിൽ മലക്കുകളുണ്ട്. മലക്കുകൾക്കൊപ്പം സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, മലക്കുകൾക്കൊപ്പം സ്വലാത്ത് ചൊല്ലാൻ കിട്ടിയ അവസരം, മലക്കുകൾക്കൊപ്പം ആമീൻ പറയാൻ കിട്ടിയ അവസരം, അത് നിങ്ങൾ നല്ലപോലെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമ്മളെ ഈമാനിന്റെ സലാമത്ത് നൽകട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തുന്നതനുസരിച്ച് ഈ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇസ്ലാമിക കാര്യങ്ങളുടെ പരിപൂർണത. ആദം നബി അലൈഹിസ്സലാമിലൂടെ അല്ലാഹു തആല തുടങ്ങി 1,00,000-ൽ പരം വരുന്ന അമ്പിയാക്കളിലൂടെ നിലനിർത്തി അതിന്റെ പരിപൂർണതയാണ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ. അത് പൂർത്തീകരിക്കപ്പെട്ടു. 13 കൊല്ലക്കാലത്തെ മക്കയിലെ ഔദ്യോഗിക ജീവിതം, 10 വർഷത്തെ മദീനയിലെ ഔദ്യോഗിക ജീവിതം, ഇത് ചേർന്ന 23 വർഷമാണ് മുഹമ്മദ് റസൂലുള്ളാഹി ഇസ്ലാമത പ്രചാരണത്തിനെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സമയം. 63 വർഷം റസൂലുള്ളാഹി ഹയാത്തുണ്ടായെങ്കിലും 40 വർഷം നുബുവത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലല്ലോ. 40ാമത്തെ വയസ്സിലല്ലേ നുബുവത്ത് കിട്ടുന്നത്. നുബുവത്തിന് മുമ്പ് നബി തങ്ങൾ ജീവിച്ച 40 കൊല്ലം മക്കയിലെ ജനങ്ങൾ നബിയെ കണ്ടു, നബിയെ കേട്ടു, നബിയെ അനുഭവിച്ചു, നബിയുടെ കൂടെ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങളെ അവർ വിലയിരുത്തി. അന്ന് ലോകം റസൂലുള്ളാഹിക്ക് ഒരു സ്ഥാനപ്പേര് നൽകി, അൽ അമീൻ, സത്യസന്ധൻ എന്ന്. ആ അൽ അമീനായ റസൂലുള്ളാഹി തങ്ങൾ 23 വർഷമാണ് ഔദ്യോഗിക ജീവിതം. ആ ജീവിതമാണ് ഇസ്ലാമിന്റെ പൂർത്തീകരണം. ലോകത്തെ ഏറ്റവും വലിയ ചരിത്രം